ഇപ്പോഴെങ്ങനെയുണ്ടാ കള്ള സുവാർ വേണ്ടാത്തതിന് മേല് വേണമെന്ന് മനസ്സിലായില്ലേ? ദാദയാണ് പറയണേ, വെറും ദാദയല്ല, ദാദ ഗുലാം മുഹമ്മദ് കരീം ദാദ. നമ്മളെ ശിഷ്യൻ ലംബുവിനോട് കളിച്ചാൽ ആ കളി തീക്കളിയായിരിക്കും. മോനെ ലംബു മതി, നിർത്ത്, ഇനി തല്ലല്ലേ, ഇനി തച്ച ചത്തു. അങ്ങോട്ട് ഇറങ്ങി വാ, അങ്ങോട്ട് ഇറങ്ങി വാ. തല്ലുകാരൻ എന്നൊരു ദുഷ്പേര് നാട്ടുകാർക്കിടയിൽ എനിക്കുണ്ട്. അതൊന്ന് മാറ്റിയെടുക്കാന്ന് വെച്ചാൽ നീ ഒന്നും സമ്മതിക്കത്തില്ല അല്ലടാ. എന്താ ഇവിടെ? അങ്ങനെ സാറിനെ പോലെ ഉത്തരവാദിത്തപ്പെട്ടവർ ചോദിക്കേ, പറയാം. കാര്യം ഞങ്ങൾ ആരുടെ മുഖത്ത് നോക്കി പറയും, ഇല്ല ലംബു? പിന്നല്ലാതെ. എന്നാ പറഞ്ഞു തൊലക്കടോ, മനുഷ്യന് വേറെ പണിയുണ്ട്. അതൊരു ശരിയായ പണിയല്ല. എന്താ? നമ്മൾ ഈ പണിയിൽ ഇടപെട്ട് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോ സാറിന് വേറൊരു പണിയുണ്ടെന്ന് പറയുന്ന പണിയുണ്ടല്ലോ, അത് ശരിയായ പണിയല്ല എന്ന്. സാർ ഈ പണിയൊക്കെ തീർത്തിട്ട് സാറിന് വേറെ പണിയുണ്ടെങ്കിൽ ആ പണി തീർക്കുമ്പോഴേക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ പണി തീർക്കാമല്ലോ. അല്ലാതെ എന്താ പ്രശ്നം എന്ന് വെച്ചാ പറയാൻ. പ്രശ്നം ഒരു ലേഡീസ് കരഞ്ഞു. എന്താ? അതെ സാർ, ബസ്സിൽ ഒരു കന്യക കരഞ്ഞു. ആ കന്യകയുടെ പ്രശ്നം ആരോ പിടിച്ചെന്നും പറഞ്ഞാണ് കരച്ചില്. തൊട്ടടുത്ത് നിന്നിരുന്ന ഇവനോട് ഞാൻ ചോദിച്ചു, താങ്കളാണോ ഈ പ്രശ്നം പിടിച്ച മനുഷ്യനെന്ന്. കേട്ട പാതി കേൾക്കാത്ത പാതി അയാൾ എന്റെ നേരെ തട്ടിക്കയറുന്നു, എന്റെ കൈ കയറി പിടിക്കുന്നു. പിന്നെ പ്രശ്നം പേര് സമയം വേണോ? ലംബുവിന്റെ മേത്ത് ആര് തൊട്ടാലെന്താ? അടി ഉറപ്പല്ലേ? എന്റെ ഈശ്വര, മോനെ ലംബു, ഞാൻ ഒരു സത്യം പറയട്ടെ. നിങ്ങൾ ഇന്നോളം സത്യം പറഞ്ഞിട്ടുണ്ടോ എന്റെ ഭായി? പടച്ചു വരണേ, എനിക്കൊരു നിർബന്ധമുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു സത്യം പറയുമ്പോ അതിന്റെ ലംബുവിനോട് തന്നെ ആയിരിക്കണം. എന്റെ സമയദോഷം, പറഞ്ഞോളൂ. ലേഡീസിന്റെ പ്രശ്നത്തിൽ കൈവച്ചില്ലേ, അത് ഞാനായിരുന്നു. ദാദ ഇങ്ങനെ പിണങ്ങി കിടന്ന അച്ചുകുട്ടിക്ക് സങ്കടം വരും. അപ്പൊ ഈ ചെയ്ത പണിയോ എന്റെ മൂന്നൊക്കെ ഇടുക, അതും എമ്മായിരം ഇടല്. എടോ ബൊമ്പായിന്ന് ഒന്ന് കൊന്തകിടന്നല്ല എ ക്ലാസ് അടിയിട്ടിട്ട് എനിക്ക്, പക്ഷെ ഇജാതി അടിയിട്ടില്ല. ഒന്നുമില്ലെങ്കിൽ എന്നെക്കാളും വയസ്സിന് മൂത്ത ആളല്ലേ. ആ, വയസ്സിന് മൂപ്പണ്ടെന്നാരും ഉറപ്പല്ലേ? ആ, ഒന്നോ രണ്ടോ ഉണ്ടാവും വെച്ചോ മതി. പക്ഷെ തോന്നിയാസം കാണിച്ച പ്രായ വ്യത്യാസം നോക്കുന്ന പ്രശ്നമില്ല, അടി ഉറപ്പാ. ഈ എന്നും പറഞ്ഞ എന്നെ വിളിച്ചോണ്ടെന്ന്. എന്താ ഞാൻ വിളിച്ചോണ്ട് വന്നെന്നോ? പിന്നെ എന്റെ കൂടെ ചാടി പുറപ്പെടാന്ന് ഞാൻ 1000 വട്ടം പറഞ്ഞല്ലേ. അത് ഈ പറയല്ലേ, ഇയാൾ നമുക്കല്ലേ, അനക്ക് ബുദ്ധിയില്ലല്ലോ. എടാ രാഘവട്ട് എന്നെ വിളിച്ച് പറഞ്ഞെന്താന്നറിയോ? അച്യുതൻകുട്ടി ഇങ്ങനെ പുറപ്പെടുന്നുണ്ട്, ഒരു ബോഡി ഗാർഡായിട്ട് ദാദ കൂടെ പോണെന്ന്. പിന്നെ ഞാൻ പുറപ്പെടാതിരിക്കും ഇഷ്ട. ഇന്റെ കുട്ടിയല്ലേ, രണ്ടു കൽപ്പിച്ചാനായിട്ട് കേറി. അതിനിപ്പ എന്താ പ്രശ്നം? പ്രശ്നം തന്നെ, ബോഡി ഗാർഡ് മൂന്നക്കിടല. പിന്നെ ലംബോ, എനിക്കൊരു വീക്കെൻഡ്സ് ഉണ്ടെന്ന് എനിക്കറിയാലോ, ഡിൻഡോൾഫിക്ക സുഡാൽഫിക്ക്. ആ വീക്കെൻഡ്സ് ജീവിതത്തിൽ നിന്ന് വരെ എനിക്ക് കിട്ടിയില്ല. അതിവിടെ എനിക്കൊന്ന് അനുഭവിക്കണം. അത് നീ ഒന്ന് സഹായിക്കണേ. സുഡാൽഫി കയ്യോട്ടിന്റെ വിളിക്കുന്നത്. എന്താ പറഞ്ഞേ? ഡിൻഡോൾഫിക്ക സുഡാൽഫിക്ക്. കിട്ടിയില്ല രുണ്ടോൾഫി. സുഡോൾഫിയൊക്കെ ഇപ്പൊ അരഞ്ഞു പോയനെ. നിങ്ങളെയും കൊണ്ട് നടന്നാലേ ഞാൻ വന്ന കാര്യം നടക്കുമെന്ന് തോന്നുന്നില്ല. ചേട്ടാ ഒരു മിനിറ്റ്, ഇതെവിടെ? അതൊരു പേപ്പർ എന്റെ കയ്യിൽ തന്നെയല്ലേ, അത് ചോദിക്കാൻ ഇതിലുള്ള ഹോട്ടൽ എവിടാന്ന് ചോദിക്കും. ഈ ഹോട്ടൽ എവിടെ? എന്തിനാ? ബോംബ് വെക്കാൻ. നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കുവോ? അല്ലാതെ അറിയുന്നുണ്ട്, അത് പറഞ്ഞാ പോരെ. എന്തിനാ ഇയാളാരാ? പോട്ടെ, തലയ്ക്ക് സുഖമില്ലാത്ത ആളാ. ആർക്കാണ്ട് കാലത്ത് തലക്ക് സുഖമില്ലാത്ത? അല്ല, നിങ്ങൾ എന്നെയും കൊണ്ടേ പോവും. ആ, അതത്രേ പോവുള്ളൂ. രാഘവട്ടം പറഞ്ഞേൽപ്പിച്ചാ. മോനെ നീ ധൈര്യമായിട്ടിരി. ഇത് സൂചി കടപ്പുറത്ത് പോയതൊന്നും അല്ലല്ലോ, വലിയൊരു ഹോട്ടലല്ലേ. അത് ഞാൻ കണ്ടുപിടിച്ച് എന്നെ ഏൽപ്പിച്ചു തരാം, പോരെ? വാ വാ. ഈ എന്താണ് ഹോട്ടൽ? എന്തോട്ടല ദാദാ? എന്തേ സംഗതി കൊള്ളാം. ഓ, ഇവിടെ നമുക്ക് വേണ്ടതൊക്കെ കിട്ടും. പിന്നെ എന്റെ മോഹങ്ങൾ എന്തോന്ന് ചോദ്യമാണ് എന്റെ ചേട്ടാ. ഈ ഗേറ്റ് കടന്ന് നേപ്പാൾ വഴി അങ്ങ് കൊയിലാണ്ടിക്ക് പോകാൻ പറ്റുമോ? ഫ്രണ്ട്സ് ഹോട്ടലിലേക്കുള്ള വഴി അങ്ങോട്ട് പോകുന്നു. എന്താ ദാദാ? പിന്നല്ലാതെ. കണ്ടിട്ട് ഇവിടുത്തെ താമസക്കാരാണെന്ന് തോന്നുന്നില്ലല്ലോ. ഇപ്പല്ല, ഇവിടുന്ന് അങ്ങോട്ട് ആയിക്കോളും കേട്ടോ. മനസ്സിലായില്ല. എടുക്കണോ കൈ?
സെക്യൂരിറ്റിയെ ഭീഷണിപ്പെടുത്തുന്നോ? ഇറങ്ങിപ്പോടാ. അന്ന് കുറുക്കെ പണി ഉണ്ടാക്കല്ലേ, ഓന്റെ ശരീരത്തെ തൊട്ട സ്വഭാവം മാറും. എന്താ ചെയ്യും? ഇപ്പോഴെങ്ങനെയുണ്ട്? ഇല്ല. ഓ, കണ്ടാ തോന്നാത്തവന് കൊണ്ടാ മനസ്സിലാവും. മനസ്സിലായോടാ? കണ്ടിട്ട് ഇവിടെ താമസിക്കുന്നവരാണെന്ന് തോന്നില്ല പോലും. എവിടെ കൊച്ചേ? അതെ, ആ ഗേറ്റ് ഇരിക്കുന്ന കുരങ്ങനുണ്ടല്ലോ, അവനെ ഉടനെ പറഞ്ഞേച്ചേക്ക്. അവനെ മാത്രമല്ല, മാനവും മര്യാദയായിട്ട് ഇവിടെ പണിയെടുക്കാത്ത സകല എണ്ണത്തിനെയും പറഞ്ഞേച്ചേക്ക്. കുട്ടി ഇവിടെ നിന്നോളൂ, കണ്ടോണ്ടിരിക്കാൻ രസമുണ്ടല്ലോ. ഏയ് മിസ്റ്റർ, നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? അയ്യോ, ഞാൻ അത്രക്കാരനല്ല, എനിക്കൊന്നും വേണ്ട. എന്റെ കൂട്ടത്തിൽ ഒരാളുണ്ട്, ദേ ആള് വന്നല്ലേ. ഇയാൾക്ക് താല്പര്യമുണ്ട്. എന്തോന്ന്? ഛെ, ഒന്നുമില്ല. ഓൻ വെറുതെ പറയാ. ഞാൻ ഇവിടുന്ന് എങ്ങോട്ടില്ല, ഈ പോയിക്കോ. നട്ടാണെന്ന് തോന്നുന്നു. അധികം നേരം വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. മനുഷ്യനെ നോക്കി പേടിപ്പിക്കാതെ ഒരു നല്ല മുറിയുടെ ചാവി ഇതാ കൊച്ചേ. റൂമൊന്നും വേക്കന്റ് ഇല്ല. അതിന് കുഴപ്പമില്ല, പറഞ്ഞാ മതി. ഏത് റൂമിൽ നിന്ന് ഏതവനെ വേണേലും വിളിച്ച് പുറത്ത് കളയാം. കാശ് തന്ന് മുറിയെടുത്ത് താമസിക്കുന്നവരെ വലിച്ചു പുറത്തെറിഞ്ഞിട്ട് പകരം കയറ്റി താമസിപ്പിക്കാൻ മാത്രം ഇയാൾ ആര്? ഓ, നമ്മളാര്? മനസ്സിലായില്ല. ഞാനിതിന്റെ വേണ്ടപ്പെട്ട ഒരാളാണ്. ആ, ഞാൻ അതിനേക്കാൾ വേണ്ടപ്പെട്ട ആളാ. ഞാൻ ഈ ഹോട്ടലിലെ മുതലാളിയാ. അത് കൊള്ളാം. അതിങ്ങേരാ. എന്റെ മോൻ ഇറങ്ങാൻ നോക്ക്. തന്റെ മകനല്ലടോ, ഈ മഹാന്റെ മകൻ. അതായത് സർവശ്രീ മുല്ലക്കൽ രാമൻ മകൻ ശ്രീധരമേനോൻ എന്ന MRS മേനോന്റെ മകൻ അച്യുതൻകുട്ടി എന്ന അച്ചു. മനസ്സിലായില്ലെങ്കില് അങ്ങേരോട് പോയി പറ. അങ്ങ് ദൂരെ പുല്ലൂരാമ്പാറയില് കുഞ്ഞിലക്ഷ്മി പെറ്റുപോറ്റിയ മോൻ വന്നിരിക്കുന്നെന്ന്. എവിടെ കയറ്റി കിടത്തണം, എന്തൊക്കെ ചെയ്തു തരണം എന്ന് അദ്ദേഹം പറഞ്ഞു തരും. ഹലോ, ആ, വന്നേ. എന്താ കാര്യം? നിങ്ങൾ വന്നേ പറയട്ടെ. ആ, അതെ, എന്താന്ന്? പറയാ. ആ. ഇവിടെ പലരും വരെയും പോവുകയും ചെയ്യുന്ന സ്ഥലം. ആ. നമുക്ക് ഇവിടെ നിന്ന് മാറി നിന്ന് സംസാരിക്കാം. ആ, മാറി നിക്കലും രഹസ്യം പറച്ചിലും ഒന്നും വേണ്ട. റൂം ചോദിച്ചാ റൂം തരണം. ഓ, റൂം വേണം, അത്രയല്ലേ ഉള്ളൂ. ആ. ഞാൻ ഏറ്റു. ആ സൂട്ട് റൂമിന്റെ താക്കോലും എടുത്തേ. വാ. എടാ ലംബു, ഉം. നമ്മൾ കേറിയപ്പോഴേ നല്ലൊരു തണുപ്പ് തോന്നുന്നില്ല ഇതിന്. എനിക്ക് തോന്നുന്നില്ല. എനിക്കുണ്ട്. ഒന്നും മിണ്ടാണ്ടിരിക്കുക. അതല്ല, പാട്ട് കേൾക്കണ്ടേ? സിനിമ ഉണ്ട് ഇതിനുള്ളിൽ. എന്ത് പറഞ്ഞാലും ചിരി മാത്രം. സിനിമകളുണ്ട്. അതാ സിനിമ വിട്ടു പോകണം. ഡ്രിങ്ക് ഒക്കെ ഇങ്ങോട്ട് ഈ എന്നെ പിടിച്ചടിച്ചോണ്ട് പോകും അങ്ങനത്തെ സമയത്ത്. വന്നാട്ടെ, അകത്തിരിക്കാം. നടക്ക്. ഇരിക്കും. കുടിക്കാൻ മോളെടുക്കട്ടെ? മറ്റവൻ പിന്നല്ലാതെ ഏതാ? വിസ്കി, ബ്രാൻഡി, റമ്മ്, ജിന്ന്, വോഡ്ക? നല്ല വാറ്റ് കിട്ടുമോ? അയ്യോ, അത് വരുത്തിക്കാം. തൽക്കാലം ഒരു അനക്കം കിട്ടാൻ ഇവിടെ ഉള്ളതെന്തെങ്കിലും. നിങ്ങളിപ്പം ബേജാറാവണ്ട, എല്ലാവരും ഒപ്പം ഇങ്ങോട്ട് പോട്ടെ. ദേ, അപ്പോ എപ്പോഴാ അച്ഛനെ ഒന്ന് കാണുന്നത്? ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഒരു മിനിറ്റ്. ഹലോ, റിസപ്ഷൻ അല്ലേ? ആ, ഞാനാ. വിളിച്ചോ? ഓ, ശരി, ഇപ്പൊ വരും. അല്ല ലംബു, ഇത് കുടിക്കാനും കുളിക്കാനും ഉണ്ട് കേട്ടോ. എല്ലാ ബ്രാൻഡും ഉണ്ട്, ഓ, ഇഷ്ടമുള്ളടത്ത് കഴിക്കാം. അപ്പോ മക്കൾ സന്തോഷമായിട്ടിരിക്കെ, ഓ. എല്ലാം ഭംഗിയാവും. എല്ലാം ഭംഗിയാവാനാ ഞാൻ പുറപ്പെട്ട് വന്നത്. എന്നാ ഞാൻ വരട്ടെ. ആയിക്കോട്ടെ. ഇയാൾ എന്റെ അഭിപ്രായത്തില് നല്ല മനുഷ്യനാ, ഡീസന്റ് ആളാ. ആ. ലംബു, ഇത് എവിടാണ്ട് തുറക്കുക? ആ, നോക്കട്ടെ. മേര് തന്നെ ഒരു കാര്യം കുറ്റമായി. ഞാൻ ഒന്ന് അയാളോട് ചോദിച്ചേ. എന്താ? ഡിൻഡോൾവിക്കാ സുഡാൽവിക്കാന്ന്. അതൊന്നും ചോദിക്കാനുള്ള നേരമായിട്ടില്ല. ഇപ്പൊ ഇത് കഴിക്കേ. ഇതൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടോ? ഉണ്ടാ തോന്നുന്നു. അല്ല, അതെ, ഇതെന്റെ തന്തയാണെങ്കിൽ കണ്ടുടനെ അച്ഛാ മക എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് രണ്ടും കൂടി ബംഗ്ലാവിലേക്ക് പോണതിന് മുമ്പ് ഇന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ഏർപ്പാടാക്കിട്ട് പോണേ. എന്റെ കുട്ടിയല്ലേ. ഓ, ഈ അറബിക്കടലോരം അമ്മ അമ്മ ആരായി? നീയാണോടാ മെന്റൽ ഹോസ്പിറ്റലിൽ ചാടി വന്നത്? റാസ്കൽ. ഞാനല്ല. അത് ശരി, നിങ്ങൾ എടുക്കേണ്ട വിളി ഇപ്പൊ എന്നെ ഏൽപ്പിക്ക. പോയി തെരഞ്ഞു പിടിച്ചോളിന്ന്. ഇപ്പോഴേ ഷേപ്പ് അബ്നോർമലാ. എന്റെ കൈ കൊണ്ടോ തന്നാലുണ്ടല്ലോ. ആരാടാ അവിടെ? ഇനിയുണ്ട്. നിങ്ങൾ എത്ര പേരാടാ ചാടിയത്?
പോലീസ്. ദൈവമേ, ഇതിത്തിരി മുറ്റിയ സൈസാണല്ലോ. നിങ്ങളെ ആരാ ഇപ്പൊ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? ആരും വിളിപ്പിച്ചതല്ലേ, വന്നു എന്ന് കേട്ടപ്പോ ഒന്ന് കണ്ട് കുശലം അന്വേഷിച്ചിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു വന്നതാ. ഏത് മെന്റൽ ഹോസ്പിറ്റലിൽ നിന്നാ ചാടിയേ? ഞങ്ങള് ഭ്രാന്ത് ആസ്പത്രിയിൽ ചാടിയതല്ലാന്ന് പറഞ്ഞില്ലേ? ഓ, അപ്പൊ ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോ അവര് വന്ന് വാതില് തുറന്ന് തന്നതായിരിക്കും. ഇറങ്ങടാ, എടാ ഇങ്ങോട്ട് വരാൻ. ദേ, എടാ പോടാന്ന് വിളിക്കാനും പോലീസുമാരെ കാണിക്കാനും ഒന്നും നിക്കല്ലേ. ഇയാൾ എന്റെ സുഹൃത്താ. പിന്നെ ഞാൻ ഈ ഹോട്ടലിന്റെ ഓണറുടെ മകനാ. ഇത് തന്നെയാണ് ഈ അസുഖത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പം. കുറെ കഴിയുമ്പോ നീ അമേരിക്കൻ പ്രസിഡന്റ് വരെ ആകും. ഭ്രാന്തന്മാരെ ഞങ്ങൾ ഇന്നും ഇന്നലെ ഒന്നും കാണാൻ തുടങ്ങിയതല്ലല്ലോ. പോയി കിടക്കാൻ വേറെ സ്ഥലം ഉണ്ടാ. എടാ ഇങ്ങോട്ട് പറ. നല്ല ബോഡി ഗാർഡ് ഓടുക. ബോഡി ഗാർഡൊക്കെ പിന്നെ പോലെ സ്വന്തം ബോഡി എന്താണ് പേര്? എവിടെ താമസം? അയ്യോ, അപ്പൊ പ്രേതം കൂടെ പോയി പന്തിന്റെ പിന്നാലുണ്ടല്ലോ. ഈ പിശാചുകാരെ കുറിച്ച് ചങ്ങല കിട്ടിയോ? രണ്ടിടത്തിന് ഞാനിപ്പോ ചങ്ങലക്കിടൂടാ. ആരടാ എന്റെ പണി നോക്കടാ. ഇന്ന് രണ്ടെണ്ണത്തിനെ ഞാൻ പിടിക്കൂ. അയ്യോ, ഡാ ഡാ, അനങ്ങി പോരുത്, അവിടെ നിൽക്കാൻ. ഇതെന്താണെന്ന് കണ്ടോ? ലാത്തി. ഇതിലും വലുതുണ്ട്. എന്നെ കൊണ്ട് എടുപ്പിക്കരുത്. അനങ്ങണ്ട അനങ്ങണ്ട, അവിടെ നിൽക്കടാ. വേണ്ട വേണ്ട വേണ്ട, മുന്നോട്ട് വരണ്ട. അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. എടാ അവിടെ നിൽക്കാൻ. ദൈവമേ, കൂടുള്ള കാലമാര് വലിഞ്ഞോ? അയ്യോ, അയ്യോ. നിക്കടലും ഒന്നും കൂടി കാണട്ടെ. എടാ, പല ഭ്രാന്തന്മാരെ ഞാൻ കണ്ടിട്ടുണ്ടടാ. ഈ ഓട്ടയിൽ കൂടെ നോക്കുന്ന ഭ്രാന്തനെ ഞാൻ ഇന്നാ കാണുന്നത്. നടക്കോട്ടെ. ഓ, ഞാൻ ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് പോര്. ഭ്രാന്തന്മാർക്ക് വ്യവസായം കണ്ട ഒരു സ്ഥലം. സാറേ പോണേ അമ്മായിയമ്മയുടെ വീട്ടിലേക്ക്. സാറിന്റെ നടക്കടാ അങ്ങോട്ട്.